ഹലോ, തന്നെയാണല്ലോ? അല്ലേട്ടാ, ഞാനുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് അടുത്തിരുന്നേ. ചേട്ടാ ഒന്ന് മാറൂ. എന്താ? ഫോട്ടോഷൂട്ട് നടക്കുമായിരുന്നു. ഫോട്ടോഷൂട്ട് നടക്കുമായിരുന്നു. ആ, ഓക്കെ. ബാംഗ്ലൂർ റോഡിൽ വാഹനങ്ങളുടേതിനേക്കാൾ സഞ്ചാരികളുടെ തിരക്കാണ്. നേരം പുലരുമ്പോൾ തന്നെ ക്യാമറയും തൂക്കി ഇറങ്ങുന്നവരെയാകും കണി കാണുക. സന്ധ്യ മയങ്ങും വരെ ഇവിടെ ഫോട്ടോഷൂട്ടാണ്. ബാംഗ്ലൂർ റോഡ് പേരെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ആരോ ഇവിടെ വന്ന് ടൂറിസത്തിൻ്റെ വകയായിട്ട് നോക്കിയതാണ്. അങ്ങനെ അന്നേരം ഒരു ബാംഗ്ലൂർ റോഡ് എന്നുള്ള പേര് വന്നതാണ്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് നിലവിൽ ബാംഗ്ലൂർ റോഡായി. ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളെ ബന്ധിപ്പിച്ച് പാടശേഖരത്തിന് നടുവിലൂടെയാണ് ബാംഗ്ലൂർ റോഡ് കടന്നുപോകുന്നത്. ഇവിടേക്ക് വന്നാൽ കുറിച്ചിമുട്ടം നീർവിളാകം പാടശേഖരങ്ങളുടെ പച്ചയായ കാഴ്ച കാണാം. വയൽക്കാറ്റേറ്റ് ചാരുബെഞ്ചുകളിൽ അങ്ങനെ ഇരിക്കാം. ഇളം കാറ്റിൽ ആടിത്തുടങ്ങുന്ന ഊഞ്ഞാൽവടികളിൽ തൂങ്ങി ആടുകയുമാകാം. ഞായറാഴ്ച ശനിയാഴ്ച ഇവിടെ തിരക്കോടെ തിരക്കാം. ഒരു വാഹനം ഈ റോഡിൽ കൂടെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. അത്രയ്ക്ക് ഫേമസ് കിട്ടിയ ഒരു നാടാണ് ബാംഗ്ലൂർ റോഡ് എന്ന് പറയുന്നത്. വഴിയോരത്ത് നേരത്തെ തന്നെ തണൽ പൊഴിച്ച ചെറുമരങ്ങൾ ഉണ്ടായിരുന്നു. 2019 ഗ്രാമപഞ്ചായത്ത് ഇവിടേക്ക് ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങിയത്. പാതയ്ക്ക് സംരക്ഷകരായി നാട്ടുകൂട്ടായ്മയും കച്ചകെട്ടിയിറങ്ങി. കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഒരു മനോഹര പ്രദേശമാക്കി ഇത് തീർത്തത്. ഒരു 500 മീറ്ററോളം ഈ പാടത്തിൻ്റെ നടുവിലൂടെ ഇറങ്ങി നടത്തക്കത്ത തരത്തിൽ മൈനർ ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ആ ബണ്ടുകൾ ബലപ്പെടുത്തി ആസ്വദിക്കാൻ വരുന്നവരെല്ലാം ഈ ബണ്ടിൽ കൂടി യാത്ര ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവധി ദിനങ്ങളിൽ ഇവിടെ ഒരു ഉത്സവത്തിന്റെ ആളുണ്ടാകും. സേവ് ദ ഡേറ്റുകാരും വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കുള്ളവരും റീൽസിന്റെ ആളുകളും കൂടിയാകുമ്പോൾ സംഗതി മറ്റൊരു തരത്തിലാകും. ചേട്ടാ വെറുതെ ഒരു ഫോട്ടോ എടുത്തരാമോ? പിന്നെന്താ? ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.